ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 17-ാം തീയതിയാണ്. അപ്പോൾ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. സോ ഇലക്ട്രിക്കലുകാർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണ് ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിൻ്റെ. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. 126/2024 പ്രകാരമാണ് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് PSC ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ പോസ്റ്റിലോട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഏജ് റിലാക്സേഷൻ ഉള്ള കാറ്റഗറീസിന് അതത് ഏജ് റിലാക്സേഷൻ അതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. നമുക്ക് സ്കെയിൽ ഓഫ് പേ നോക്കാം. 53,900 രൂപ മുതൽ 1,18,100 രൂപ വരെയാണ്. അതായത് നിങ്ങൾക്ക് 1,18,100 വരെ ബേസിക് പേ ലഭിക്കാൻ പോകുന്ന ഒരു പോസ്റ്റാണ് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിൻ്റെത്. നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ബിടെക് ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ കൂടി PSC പറയുന്നുണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന അസോസിയേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ്റെ സെക്ഷൻ A and B പാസ്സായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് എത്ര വേക്കൻസി ആണുള്ളത് നോക്കാം. നോട്ടിഫിക്കേഷൻ ടൈമിൽ 3 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഒരു എക്സാം നടത്തിയതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ 3 വർഷത്തോളമാണ് നമുക്ക് മാക്സിമം കാലാവധി ലഭിക്കുക. അപ്പോൾ ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ ഇനിയും കൂടുതൽ വേക്കൻസികൾ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിൻ്റെത്. അപ്പോൾ ഇലക്ട്രിക്കൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇതിപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ്. കാര്യം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വേറൊരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിലുള്ള വിവിധ യൂണിവേഴ്സിറ്റിയിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ 2 എക്സാമുകൾക്കും കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു എക്സാമിന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകണം. കാര്യം ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും എപ്പോഴും ലഭിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ബിടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച സ്ട്രീമിൽ തന്നെ ഒരു ഗവൺമെൻറ് ജോലി നേടുക എന്നുള്ളൊരു സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. ഇപ്പോൾ 3 വേക്കൻസി അല്ലേ ഉള്ളതെന്ന് വിചാരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. കാര്യം ചിലരുടെ ഒരു കുഴപ്പമാണ്, 1 വേക്കൻസി അല്ലേ 2 വേക്കൻസി അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സാം ഒക്കെ ക്രാക്ക് ആകുമെന്ന് വിചാരിക്കാറുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ആദ്യം ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും പക്ഷേ വേക്കൻസികൾ എന്ന് പറയുന്നത് പല രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ NJD, ഡിലീഷൻ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ, അതായത് വേക്കൻസികൾ എങ്ങനെയാണ് വരുന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അടങ്ങിയ വീഡിയോ നമുക്ക് ചെയ്യാം. സോ ഈ എക്സാം ഈ നോട്ടിഫിക്കേഷൻ ജൂലൈ 17-ാം തീയതി വരെ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ANS അക്കാദമിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻറ്റൻസീവ് ബാച്ച് ആരംഭിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ വേരിയസ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിലുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ തയ്യാറെടുക്കാവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് അധ്യാപനം നയിക്കുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപനം നയിക്കുന്ന ലൈവ് ക്ലാസ്സുകളായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ആ ക്ലാസ്സിൻ്റെ റെക്കോർഡ് വെർഷൻ നമ്മുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനായ ബിഗ് ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ എക്സാം വരെയും ഗൈഡൻസിനായിട്ട് മെൻറ്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ തന്നെ നിരവധി ടെസ്റ്റുകൾ, അതായത് അസസ്മെൻറ്റ് ടെസ്റ്റ്, മോഡൽ ടെസ്റ്റ്, മൊഡ്യൂൾ ടെസ്റ്റ് അടങ്ങിയ ഒരു ടെസ്റ്റ് പാക്കേജ് തന്നെയാണ് നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം വാട്സാപ്പ് കമ്മ്യൂണിറ്റിയും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ മാത്രം മതിയാവും. അതുപോലെ തന്നെ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഗൈഡൻസ് നൽകാനായിട്ട് ഒരു ഫ്രീ വെബിനാർ ANS അക്കാദമി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെബിനാറിൽ ANS അക്കാദമിയുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി ആയിരിക്കും ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ഫാക്കൽറ്റിയോട് ഈ തസ്തികയായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ചോദിക്കാം. അതുപോലെ സിലബസ് നമ്മൾ ആ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ എങ്ങനെ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഗൈഡൻസ് ആ വെബിനാറിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വെബിനാർ നിങ്ങൾ തീർച്ചയായും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നത് മിസ്സാക്കരുത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഈ വെബിനാറിൽ നിങ്ങൾ എൻറോൾ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സസ് നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.